ഒരാൾ രാവിലെ സ്കൂളിൽ വൈകിട്ടാണ് പോയത്. അപ്പോൾ വൈകിട്ട് പോകുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ അവനെ വിളിക്കാൻ പോകാറുണ്ട് കേട്ടോ. അങ്ങനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞ് നമ്മൾ പിന്നെ വിളിച്ചുകൊണ്ട് വരുവാണെങ്കിൽ നമ്മൾ പിന്നെ എന്തെങ്കിലും മേടിച്ചും കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് കായംകുളം രണ്ടാം കുറ്റിയിൽ ബീഫിൻ ബർഗറിലാണേ. ബീഫിൻ ബർഗർ അടിച്ചിട്ടേക്കുമായിരുന്നു. പക്ഷേ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അവരുടെ തന്നെ വിങ്സ്കോ എന്ന് പറഞ്ഞ ഇതുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. റെസ്റ്റോറൻ്റ് അല്ല, ചെറിയൊരു ഇതാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് കയറി. അപ്പോൾ ബീഫിൻ ബർഗറിലുള്ള എല്ലാം അവിടെ കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്ത ഒരു സ്ട്രോബെറി ഷേക്കും ഒരു മാംഗോ ഷേക്കും ആയിരുന്നു കേട്ടോ. എനിക്ക് മാംഗോ ഷേക്ക് അല്ല, മോനെ സ്ട്രോബെറി ഷേക്ക് മേടിച്ചോളൂ. അതാണ് ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത്, ടേസ്റ്റ് ആയിട്ട് തോന്നിയത്. പിന്നെ ഇത് ഈ ബർഗേഴ്സൊക്കെയാണ് നമുക്ക് അവൈലബിൾ. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ ലോഡഡ് ഫ്രൈസും ഉണ്ട്. നമ്മൾ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ 2 ബർഗറാണേ. സ്കിന്നി സ്മാഷ് ബർഗറും പിന്നെ സിംഗിൾ സ്മാഷ് ബർഗറും ആയിരുന്നേ. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് ആദ്യമായിട്ട് കഴിക്കാം കേട്ടോ. അപ്പം ഞാൻ ഓർത്തു നമ്മൾ ഈ KFC-ലൊക്കെ പോകുമ്പം ഈ ചിക്കൻ ബർഗറൊക്കെ ഇടാറില്ലേ, ഏകദേശം അതുപോലെയൊക്കെ ആയിരിക്കും കേട്ടോ. ഇത് പക്ഷേ കയ്യിൽ കിട്ടിയപ്പോൾ അയ്യടാന്നായി പോയി ആദ്യം. കാരണം എന്താണെന്ന് വെച്ചാൽ അതേ ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ്. നമുക്ക് സാധാരണ KFC-ലൊക്കെ കിട്ടുന്ന പോലെ അല്ല കേട്ടോ. ഭയങ്കര കുറവായിരുന്നു. പക്ഷേ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ കൊടുത്ത ആ ഒരു കോസ്റ്റിന് വർത്തി ആയിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്തെ എന്തായിരുന്നു ബീഫിൻ്റെ ഒരു ഇതൊക്കെ സംഭവമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ആ ഒരു പേട്ടീസ് പോലുള്ള സാധനമൊക്കെ നല്ല ജ്യൂസി ആയിരുന്നു കേട്ടോ. നല്ല ക്രീമി ആയിരുന്നു. അതുപോലെ തന്നെ നല്ല ചീസ്, അതുപോലെ ആ ബണ്ണാണെങ്കിലും നമ്മുടെ വായിലിടുമ്പോൾ തന്നെ നമുക്കത് മെൽറ്റായി പോകുന്ന പോലെ ഒരു ഫീലായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ജ്യൂസി ആയിരുന്നു. എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നമ്മുടെ കായംകുളം രണ്ടാം കുറ്റിയിലാണ് ബീഫിൻ ബർഗർ. എനിക്ക് അറിയില്ല ഇങ്ങനെ ബീഫിൻ്റെ ബർഗർ വേറെ നേരത്തെ കിട്ടുമോ എന്നുള്ളത്. പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ രാവിലെ പിണങ്ങി പോയ ആളെ കുറച്ച് കൂളാക്കിയിട്ടാണ് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നത്. ഇതാണ് അവിടുത്തെ ഒരു ആംബിയൻസ് കേട്ടോ. അത്യാവശ്യം നല്ല ആംബിയൻസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ, ടേക്ക് കെയർ.